പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ അതിപ്രധാനമായ ഈ കാര്യം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് മറുപടി തരുവാൻ കഴിയുകയുള്ളൂ. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ വചനം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കുന്നതിനുള്ള അതിപ്രധാനമായ ആ ദിവ്യ രഹസ്യം അല്ലെങ്കിൽ ആ താക്കോൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി, തൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിർവഹിക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്നു. കർത്താവായ യേശുക്രിസ്തു താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് ഒരു വലിയ പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന പിതാവിൻ്റെ മുൻപാകെ കർത്താവ് പുത്രൻ എന്ന നിലയിൽ, മനുഷ്യപുത്രൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ മരണത്തിൽ നിന്നൊരു വിടുതൽ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവിനോട് പുത്രനായിരിക്കുന്ന ക്രിസ്തു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചുവെന്നാണ്. ലൗഡ് ക്രൈയിങ്, ഒച്ചത്തിൽ നിലവിളിച്ച് യേശു പ്രാർത്ഥിച്ചു. നിലവിളിച്ച് യേശു പ്രാർത്ഥിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. യേശു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ദൈവം മറുപടി കൊടുത്തത്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്തു വേണം? നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചേ പറ്റൂ. പലരും പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി നിലവിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഉറച്ച നിലവിളിയോടുകൂടെ, ലൗഡ് ക്രൈയിങ്, പിതാവിൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഉറക്കെ കരഞ്ഞതുകൊണ്ടല്ല യേശുവിന് മറുപടി കിട്ടിയത്. രണ്ടാമതായി നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശു അഭയയാചന ദൈവസന്നിധിയിൽ കഴിച്ചു. സപ്ലിക്കേഷൻസ്, തൻ്റെ യാചനകളും തൻ്റെ നൊമ്പരങ്ങളും കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇറക്കി വച്ചു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കേണ്ടി വരും, ദൈവസന്നിധിയിൽ അഭയമണയേണ്ടി വരും, നമ്മുടെ പരാതികൾ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടി വരും. യേശുവും അതുപോലെ തന്നെ ചെയ്തു. നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ അതൊക്കെ ചെയ്തിരിക്കണം. പക്ഷേ അഭയയാചന കഴിച്ചതുകൊണ്ടാണ് യേശുവിന് പിതാവായ ദൈവം മറുപടി നൽകിയതെന്ന് ആ വചനത്തിൽ പറയുന്നില്ല. ഉറച്ച നിലവിളി വേണം, അഭയയാചന അർപ്പിക്കണം. പക്ഷേ
അതൊന്നുമല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിനുള്ള പ്രഥമമായ കാര്യം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. മൂന്നാമതായി, യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. ദൈവവുമായുള്ള അഭിമുഖ സംഭാഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. യേശു പ്രാർത്ഥിച്ചു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവം മനുഷ്യനായി വന്ന ആളാണ് ക്രിസ്തു. ആ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ അവസ്ഥയിൽ തന്നെ യേശു ഇരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. യേശു എന്നോട് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നു, മനുഷ്യനായി ജനിച്ചു, വളർന്നു. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ പിതാവിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് നിരന്തരമായി കാണാൻ കഴിയുന്നത്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് പിതാവിനോട് പ്രാർത്ഥനയിൽ അനുവാദം ചോദിച്ചിട്ട് പ്രാർത്ഥനയിൽ നന്ദി അർപ്പിച്ചിട്ടാണ് യേശു എന്തു കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. യേശു പ്രാർത്ഥിച്ചു. യേശു അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടെ പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല പിതാവിൽ നിന്നും യേശു ക്രിസ്തുവിന് മറുപടി കിട്ടിയത്. പ്രാർത്ഥന വേണം, പക്ഷേ അതൊന്നുമല്ല ഒന്നാമത്തെ കാരണം. നാലാമതായി, യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു എന്നാണ്. ലൗഡ് ക്രൈയിങ് എന്ന് മാത്രമല്ല, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചെന്നാണ്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന കണ്ട് യേശു കണ്ണുനീർ വാർത്തതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പാടാറുണ്ട്, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് ദൈവം. ശരിയാണ്. ഹാഗാർ കരഞ്ഞു, ഹാഗാറിൻ്റെ മകൻ കരഞ്ഞു, ദൈവം അവർക്ക് നീരുറവ് തുറന്നു കൊടുത്തു. ഹന്ന കരഞ്ഞു പ്രാർത്ഥിച്ചു, ഹന്നയ്ക്ക് ദൈവം മറുപടി കൊടുത്തു, ഒരു മകനെ ദൈവം നൽകി. ആ കുരുടനായ മനുഷ്യൻ കരഞ്ഞു, അവനെ കാഴ്ച കൊടുത്ത് കർത്താവ് അയച്ചതായി കാണാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറച്ച നിലവിളി വേണം, കണ്ണുനീര് വേണം, അഭയാചന വേണം, പ്രാർത്ഥന വേണം. ഈ 4 കാര്യങ്ങളും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ, ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ഈ 4 കാര്യങ്ങളും ഉണ്ടായേ തീരൂ. എന്നാൽ മറുപടി, ദൈവം ക്രിസ്തുവിന് മറുപടി കൊടുത്തതിന് കാരണം ഈ 7ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി, ക്ലിയറായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് പിതാവായ ദൈവം കർത്താവിന്, ക്രിസ്തുവിന് മറുപടി കൊടുത്തത്, ഉത്തരം കൊടുത്തത്? ഒരൊറ്റ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭയഭക്തി നിമിത്തം. തൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, തന്നെ അയച്ചവനുള്ള ബന്ധത്തിൽ, താൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തുള്ള ബന്ധത്തിൽ, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പുത്രനായ ക്രിസ്തുവിന് തൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും എന്തുണ്ടായിരുന്നു? ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭയഭക്തി യേശുവിനുണ്ടായിരുന്നു. ആ ഭയഭക്തി നിമിത്തമാണ് യേശുവിന് ദൈവം ഉത്തരം നൽകിയെന്ന് എബ്രായ ലേഖനക്കാരൻ വ്യക്തമായി പറയുന്നു. യേശുവിന് പോലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭയഭക്തി ഉണ്ടായിരിക്കണം, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ
പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എത്രമാത്രം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭയഭക്തി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഭയവും ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്, ഒരു അന്ത്യകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുന്നുണ്ട്, നന്നായി കൈയടിക്കും, ഒച്ചത്തിൽ പാട്ടുപാടും, വാദ്യോപകരണങ്ങളുണ്ട്, നൃത്തം ചെയ്ത് ആരാധിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, അന്യഭാഷയും പറയും. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ദൈവമക്കളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ഭയഭക്തിയാണ്. ഭയഭക്തി മാറ്റിവെച്ചുകൊണ്ട്, ദൈവത്തോടുള്ള ഭയവും ഭക്തിയും അങ്ങ് ദൂരെ മാറ്റിവെച്ചുകൊണ്ട് പുറമെയുള്ള കുറെ പ്രകടനങ്ങൾ മാത്രമായിട്ട് ഇന്ന് ആത്മീക ലോകം അധംപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, അഭയാചന കഴിക്കുന്നു, ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ആ വ്യക്തി പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അയാളുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭയഭക്തി ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലമാണ്? ആ പ്രാർത്ഥന കൊണ്ട് ഒരു ഫലവുമില്ല. ഇന്ന് പലരുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിന് കാരണം ഇതാണ്. പുറമെ നോക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ഹൃദയത്തിൻ്റെ, അവരുടെ രഹസ്യ പരസ്യ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ആ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, വചനത്തോടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ, ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു തുള്ളി പോലും ഭയഭക്തിയില്ലാത്തൊരു ജീവിതമാണ് പരിശുദ്ധാത്മാവ് കാണുന്നത്. എങ്ങനെ ദൈവം ആ വ്യക്തിക്ക് മറുപടി കൊടുക്കും? എങ്ങനെ ആ വ്യക്തിക്ക് ദൈവം ഉത്തരം നൽകും? ഉത്തരം നൽകാൻ സാധ്യമല്ല. ദൈവം മറുപടി കൊടുക്കില്ല. എന്നാൽ ഈ വചന വെളിച്ചത്തിൽ, ഈ വചനത്തോടുള്ള ബന്ധത്തിലുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. നമ്മൾ പ്രാർത്ഥിക്കണം, കരയണം, നിലവിളിക്കണം, യാചിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഉപവസിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട യോഗ്യത, കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ഈ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഭയഭക്തി ബഹുമാനം ഉള്ളവരായിരിക്കണം. അതുണ്ടെങ്കിൽ, അത് ദൈവം കാണുകയാണെങ്കിൽ, ദൈവം അത് ഗ്രഹിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ നിശ്ചയമായും 100% ഉറപ്പായിട്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം വ്യക്തമായ ക്ലിയറായ മറുപടി തന്ന് നിങ്ങളെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകും.